പൂഞ്ഞാർ എന്ന് പറയുന്നത് അശ്വതി എന്താ പറയുന്നത് PC ജോർജ് ഒരു പ്രതിഭാസമുണ്ട്. അതെ, കേരള രാഷ്ട്രീയത്തിലെ അധികായൻ ഒറ്റയാണെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹത്തിന് ഇരട്ടി കരുത്താണ്. ഇത്രയും നാൾ മത്സരിച്ചതുപോലല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരട്ടി കരുത്താണ്. കാരണം അതൊരു സ്വാധീനം തന്നെയാണ്. അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ചെയ്തു വെച്ച ചില കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. പക്ഷേ അതിലിരട്ടിയാണ് ഇപ്പോൾ BJPയുമായി കൈകോർത്ത് മത്സരിക്കുമ്പോൾ ഇരട്ടി ശക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ പൂഞ്ഞാറും നമുക്ക് ഉറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, എനിക്ക് PC-യോടുള്ള ഏറ്റവും വലിയ ബഹുമാനം ഈ ഈരാറ്റുപേട്ടയിലെ ജിഹാദികളെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുന്ന ഇരട്ടി കൊമ്പനാണ് PC ജോർജ്. അതാണ് എനിക്ക് PC ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം. നമ്മുടെ മിഥുൻ റെഡിയായെന്ന് തോന്നുന്നു. മിഥുൻ മുരളി റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും PC-യെ പറ്റി പറയാം. പൂഞ്ഞാറിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. എനിക്ക് ഷോണിനെ പറ്റി കൂടി പറയണം കേട്ടോ. പറഞ്ഞോളൂ. PC-യെ പറ്റി പറയും. PC-യെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ജിഹാദികളെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില പരാജയമൊക്കെ ഉണ്ടായത്. പക്ഷേ ഈ തവണ പറയുന്നു 100% വിജയം ഉറപ്പാണ്. മാത്രമല്ല PC പറയുന്നത് നാളെ ഏതാണ്ട് 10 മണി കഴിയുമ്പോൾ പുള്ളി ആഘോഷം തുടങ്ങുമെന്നാണ്. മനസ്സിലായി, അത്ര ആത്മവിശ്വാസമാണ്. ഒരു കാര്യം കൂടി പുള്ളി പറഞ്ഞു, അതായത് കേരള നിയമസഭയിലെ ഒരു അപ്പനും മകനും ഒരുമിച്ച് നിയമസഭയിൽ ഇരിക്കുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടി വരുമെന്നും കൂടി പറഞ്ഞു. ഇനി പാലയെ പറ്റി പറയുവാണെങ്കിൽ അവിടെ ബിഗ് ഫൈറ്റ് ആണ്, ടൈറ്റ് ഫൈറ്റ് ആണ്. കാരണം ഷോൺ ജോർജ് എന്ന യുവ വിപ്ലവം അവിടെ വലിയ രീതിയിലാണ് പ്രചരണം കൊഴുപ്പിക്കുന്നത്. അപ്പം ഷോണിനൊപ്പം ഉള്ള ജനത, അത് പറയേണ്ടതാണ്, ഷോണിന് വലിയ കൈത്താങ്ങാണ് അവിടുത്തെ ജനങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. കാരണം പ്രചരണത്തിലൊക്കെ നമ്മൾ കണ്ടല്ലോ എത്ര സജീവമാണ്, വലിയൊരു ജനത അദ്ദേഹത്തിനൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹം MLA ആയിട്ടില്ല, ക്ഷമിക്കണം. അദ്ദേഹം ഒരു MLA എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് അദ്ദേഹം അവിടെ ഓഫീസ് ഇട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചില നേതാക്കളുണ്ട്. ഇപ്പോ അനൂപ് ആന്റണി അതിന്റെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം MLA അല്ല, പക്ഷെ അദ്ദേഹം MLA-യുടെ പ്രവർത്തനം, MLA ചെയ്യാത്ത പണിയൊക്കെ പുള്ളി അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഷോൺ ജോർജും അത് തന്നെയാണ്. MLA ചെയ്യാത്ത പണികൾ അവർക്ക് അധികാരം കിട്ടുന്നതിന് മുൻപ് ചെയ്ത് ഒരു ജനപ്രതിനിധികൾ എങ്ങനെയാകണമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ മാതൃകയായ വ്യക്തിത്വങ്ങളാണ് ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഒക്കെ. നമുക്ക് മിഥുനിലേക്ക് പോയാലോ? മിഥുനിലേക്ക് പോവാം. മിഥുൻ റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, മിഥുൻ മുരളി, പൂഞ്ഞാറിലും പാലയിലും ഒക്കെ എന്താണ് സാഹചര്യം? പൂഞ്ഞാറിൽ PC ജോർജ് വിജയിച്ച് കയറുമോ? അവിടെ വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മിഥുൻ തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാവിലെ 10 മണിക്ക് ആഘോഷം തുടങ്ങുമെന്നൊക്കെയാണ്. പറയൂ മിഥുൻ. ഗൗതം, അശ്വതി, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഒപ്പപ്പാല 3 മണ്ഡലങ്ങളിലെയും NDA ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലെ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ. ഷോൺ ജോർജ് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എങ്കിലും 18,000-ന് മുകളിൽ വരെ വരുന്ന രീതിയിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പോലും വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ PC ജോർജ്, പൂഞ്ഞാറിലെ കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഈ പൂഞ്ഞാർ എന്നാൽ PC ജോർജ് എന്നാൽ പൂഞ്ഞാർ, അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ ഉറപ്പായും വിജയിക്കും, 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രചാരണ സമയത്തിൽ ഉൾപ്പെടെ PC ജോർജ് ആത്മവിശ്വാസം പങ്കുവച്ചത്. അതേ ആത്മവിശ്വാസം തന്നെ അദ്ദേഹം ഇപ്പോഴും പങ്കുവയ്ക്കുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുകയാണ് PC ജോർജ്. പിന്നീട് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിന് തന്നെയാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലവും സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെ 3 മണ്ഡലങ്ങൾ, ഈ 3 മണ്ഡലങ്ങളിലും NDAയുടെ ശക്തമായ സാന്നിധ്യത്തിലൂടെ NDAക്ക് കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം സാധ്യമാക്കുന്ന അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ അടുത്തിടെ കഴിഞ്ഞ തവണ വന്ന ടുഡേയ്സ് ചാണക്യയുടെ ആ ഒരു എക്സിറ്റ് പോളിൽ 11% വോട്ട് ഷെയർ BJPക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഇത്തവണ ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അത് അങ്ങനെയാണെങ്കിൽ മധ്യ കേരളത്തിൽ ഉണ്ടാക്കുന്ന BJPക്ക് ലഭിക്കുന്ന ആ മുന്നേറ്റം തന്നെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അത് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല മണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രകടമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ നിന്നും ധാരാളമായ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ BJPയിലേക്ക് ചേരുകയും BJPയുടെ പ്രധാനപ്പെട്ട നേതൃപദവിയിലടക്കം ഇപ്പോൾ സ്ഥാനമാനങ്ങൾ വഹിച്ച് നിലനിൽക്കുന്ന കാഴ്ചയും കാണാനുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിലും വ്യക്തമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പാല ബിഷപ്പിനെതിരെ ഉണ്ടായ ചില ആക്രമണങ്ങൾ, അദ്ദേഹം നടത്തിയിരിക്കുന്ന ചില നർക്കോട്ടിക് ജിഹാദ്, ഒപ്പം ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ പ്രതികരണങ്ങൾക്കെതിരെ SDPയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഏത് പ്രസ്ഥാനമാണ് പാല ബിഷപ്പിന് അനുകൂലമായി നിന്നത്, LDF UDF മുന്നണികൾ ആ സമയം സ്വീകരിച്ച നിലപാടുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അത് NDAക്ക് അനുകൂലമായി പാലായിൽ ഷോൺ ജോർജിനും, പൂഞ്ഞാറിൽ PC ജോർജിനും, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനും ഒക്കെ അനുകൂലമായി മാറും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഒപ്പം തന്നെ കേരള കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്ന ബലക്ഷയം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് പല പ്രാദേശിക തലങ്ങളിലും ഉണ്ടായിരിക്കുന്ന തിരിച്ചടി, 40 വർഷത്തോളം കൈവെള്ളയിൽ കേരള കോൺഗ്രസ് സൂക്ഷിച്ച പാലാ നഗരസഭയുടെ ഭരണം ഇത്തവണ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ കേരള കോൺഗ്രസിന് ഭരണ സ്വാധീനമെല്ലാം നഷ്ടപ്പെടുമ്പോഴും അവിടെ
NDA കൃത്യമായി പാലാ പൂഞ്ഞാർ മേഖലകളിലെല്ലാം മുന്നേറ്റം സാധ്യമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒപ്പം 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ PC ജോർജ് ജയിക്കും എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 40,000 വോട്ട് അദ്ദേഹത്തിന് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് പൂഞ്ഞാർ മണ്ഡലത്തിലുണ്ട്. ഒപ്പം തന്നെ 20,000 വോട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായി മുതിർന്ന നേതാവായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ 60,000 വോട്ട് ആർക്കാണോ ലഭിക്കുന്നത് അവർ പൂഞ്ഞാർ മണ്ഡലത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ. മിഥുൻ മുരളി, എന്തായാലും വളരെ നന്ദി. ഈ സന്ധിയിൽ പൂഞ്ഞാറിലെയും പാലയിലെയും ഒക്കെ രാഷ്ട്രീയ പശ്ചാത്തലം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചതിന്. കോട്ടയം ഈ തവണ ചില ഉറപ്പായിട്ടും എന്തായാലും ചില സർപ്രൈസുകൾ കോട്ടയം ഒളിപ്പിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെയൊക്കെ പഴയ തട്ടകത്തിൽ ഇനിയും BJPയും പുതിയ രാഷ്ട്രീയവും പരീക്ഷിക്കപ്പെട്ടേക്കാം. അതിന്റെ ചില തുടക്കമാകാം നാളത്തെ ദിവസം. എന്തായാലും എന്താണ് കോട്ടയത്തെ സർപ്രൈസ് എന്നൊക്കെ നാളെ നമുക്കറിയാം. അശ്വതി.